ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് മാലദ്വീപ്സിലെ വേറൊരു ഐലൻഡ് കണ്ടാലോ. ഐലൻഡിൻ്റെ പേര് ഹുറ. നമ്മൾ ഈ അറ്റോൾ ഫെറിക്കാണ് വരുന്നത്. അറ്റോൾ ഫെറി മാലേ സിറ്റിയിൽ നിന്ന് 2:30 സ്റ്റാർട്ട് ചെയ്ത് 3:30 ഹിമഫുഷിയിൽ നിന്നും 3:50 ആകുമ്പം ഹുറയിലെത്തും. ഹുറയിലെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. ഈ വരുന്ന വഴിക്ക് കണ്ട കാഴ്ചകളാണ് കടലിൽ കേട്ടോ. നമ്മളിങ്ങനെ ഐലൻഡിലെത്തി. ഐലൻഡിലേക്ക് ജസ്റ്റ് ഇറങ്ങുമ്പോൾ കാണുന്ന വ്യൂ ഇങ്ങനെയാണ്. ഇവിടെ പ്രത്യേകിച്ച് ആർച്ചൊന്നും കെട്ടി വെൽക്കം അങ്ങനെ ഒന്നും എഴുതിയിട്ടില്ല. ജസ്റ്റ് ഐലൻഡിൻ്റെ പേരും മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ജെട്ടി സൈഡും അതിന് ചുറ്റുമുള്ള കാഴ്ചകളുമാണ് കേട്ടോ ഈ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ സുഹൃത്തിൻ്റെ ബൈക്കും എടുത്ത് ഈ ഐലൻഡിൽ ചുറ്റാൻ വേണ്ടി ഇറങ്ങി. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു റെസ്റ്റോറൻ്റാണ്. രാത്രി 12 മണി വരെ ഓപ്പണാണ്. റൈറ്റ് സൈഡിലെ ഈ കാണുന്ന വലിയ ബോട്ടാണ് ഇവിടുത്തെ ഐലൻഡ് ഫെറി. വീക്ക്ലി 3 ഡേയ്സ് മാലിയിൽ നിന്ന് ഭക്ഷ്യവസ്തുക്കളുമായിട്ട് ഈ ഐലൻഡിലേക്ക് വരും. ഇതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന ഇതാണ് ഹുറ കൗൺസിൽ. ഏകദേശം 2 വർഷങ്ങൾക്ക് മുമ്പാണ് ഇതിൻ്റെ ഈ പുതിയ ബിൽഡിങ്ങിൻ്റെ പണി കഴിഞ്ഞ് ഇവിടെ ഓഫീസ് സ്റ്റാർട്ടായത്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് അടുത്ത കാഴ്ചകളിലേക്ക് പോവുകയാണ്. ഈ കൗൺസിലിനോട് ചേർന്നിട്ടുള്ള നെക്സ്റ്റ് ബിൽഡിങ് കോർട്ടാണ്. അങ്ങനെ നമ്മൾ യാത്ര തുടരുന്നു. നമുക്ക് കടലിൻ്റെ തീരം കാണുകയാണെന്നുള്ളതാണ് ആദ്യത്തെ ഉദ്ദേശം. പിന്നെ കടൽ തീരത്തോടുള്ള യാത്രകളാണ് മനോഹരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഏതൊരു ഐലൻഡിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ. പക്ഷേ ഇവിടെ കാണുന്ന ഈ റെസ്റ്റോറൻറ്റ് ഒരു പിസ്സ ഹട്ടാണ്. നല്ല രുചിയുള്ള പിസ്സ ഇവിടെ കിട്ടും കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ബൈക്ക് ഇവിടെ വെച്ചിട്ട് ഞങ്ങൾ ഉള്ളിലേക്ക് പ്രവേശിച്ചു. ഈ ഐലൻഡിന് അങ്ങനെ ഓപ്പൺ ബീച്ചുകൾ കുറവാണ്. 3-4 ഓപ്പൺ ബീച്ചുകൾ മാത്രമേ ഉള്ളൂ. ബാക്കി 4 സൈഡും ഇങ്ങനെ കല്ലുകളാൽ കെട്ടപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നമ്മൾ ഇതിൻ്റെ സൈഡിൽ കൂടെ കടലിലെ കാഴ്ചകൾ കാണാൻ പോവുകയാണ്. ഈ കാണുന്നത് 4 സീസൺ റിസോർട്ടാണ്. മാലദ്വീപ്സിലൊരു ഫസ്റ്റ് ടോപ്പ് 10 വരുന്ന ഒരു റിസോർട്ടിലൊന്നാണ്. അതത്ര വളരെ നിയറായിട്ടാണുള്ളത്. പക്ഷേ ഇവിടെയുള്ള ഒരു ലോക്കൽസിനോ ഒരു സാധാ ടൂറിസ്റ്റിനോ അവിടേക്ക് പോകാൻ യാതൊരു റൈറ്റും ഇല്ല. അവിടെ ജോലി ചെയ്യുന്നവർക്ക് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. ഇവിടെ കാണുന്ന ഈ ഡ്രഞ്ചിങ് മെഷീൻ ചില വേലിയിറക്ക സമയങ്ങളിൽ ഇവിടെ കടലിൽ ഒരു കര രൂപപ്പെടും. അപ്പോൾ ഇവിടെ നമുക്ക് അങ്ങോട്ട് നടന്നു പോകാൻ പറ്റും 4 സീസണിൻ്റെ സൈഡിലേക്ക്. പക്ഷേ അത് അനുവദിക്കത്തില്ല. അപ്പോൾ ഈ ഡ്രഞ്ചിങ് മെഷീൻ വെച്ച് കടലിൻ്റെ ആഴം കൂട്ടും. ഈ 4 സീസണിൻ്റെ തന്നെ ഒരു പോർഷനാണ് ഇത്. അത് സ്റ്റാഫിൻ്റെ റീക്രിയേഷനാണെന്ന് തോന്നുന്നു. നമുക്കിതിനുള്ളിലേക്ക് പ്രവേശിക്കാനും പെർമിഷനില്ല. അങ്ങനെ നമ്മളിങ്ങനെ ഈ കരിങ്കൽ കെട്ടിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ കടലിൻ്റെ തീരം കണ്ടു പോവാണ്. അങ്ങ് അക്കലെ കണ്ട ഒരു ബ്ലൂ ടെറസ് എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റ് ഈ ഐലൻഡിൽ തന്നെയുള്ള. അങ്ങനെ ഞങ്ങൾ ആ റൗണ്ട് കാഴ്ചയൊക്കെ കണ്ടിട്ട് തിരിച്ചു നടക്കുകയാണ്. ഇങ്ങനെ കടലിലേക്ക് നോക്കിയാൽ നടക്കുന്നത് കേട്ടോ. ചെറിയ ചെറിയ മത്സ്യങ്ങൾ ഇതിൽ കൂടി ഓടി നടക്കുന്നുണ്ട്. വളരെ ഫാസ്റ്റായിട്ടാണ് എല്ലാവരും പോകുന്നത്. കണ്ണുകൊണ്ട് കാണാൻ പറ്റും, പക്ഷേ ക്യാമറ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ഞങ്ങളെപ്പോലെ തന്നെയുള്ള ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് നടന്നു വരുന്നുണ്ട് ഈ കടൽ തീരം ആസ്വദിച്ച്. വളരെ കുറച്ച് ആൾക്കാർ അവിടെ നിന്ന് ഫോട്ടോഷൂട്ടും നടത്തുന്നുണ്ട്. ഇതാണ് ആ വെള്ള കളറിലുള്ള വേലി കെട്ടിയേക്കുന്നതിൻ്റെ ഉൾഭാഗത്തുള്ള കാഴ്ചകൾ. ഞങ്ങളുടെ സുഹൃത്ത് കാര്യമായിട്ട് നിന്ന് ഫിഷിങ് നടത്തുകയാണ്. അങ്ങനെ കടലിൻ്റെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് നിൽക്കുകയാണ്. ഇവിടെ കുറച്ച് നേരം ഞങ്ങൾ സമയം സ്പെൻഡ് ചെയ്തു കേട്ടോ. അതിനുശേഷം ഞങ്ങൾ പഴയ സ്ഥലത്ത് വന്ന് ബൈക്ക് എടുത്തിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഈ കാണുന്നതാണ് ഹുറ സ്കൂള്. ഈ ബ്ലൂ കളറിൽ കാണുന്നത്. ഇവിടെ ഇന്ത്യൻ ടീച്ചേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. 3 മലയാളി ടീച്ചേഴ്സും ഉണ്ട് കേട്ടോ. അതിനോട് ചേർന്ന് തന്നെയാണ് പ്രീ സ്കൂൾ നല്ല മനോഹരം കേട്ടോ. ഇങ്ങനെ കളർഫുള്ളായിട്ട് പടങ്ങളൊക്കെ വെച്ചിട്ട് പുറത്ത് പാർക്കൊക്കെ സെറ്റ് ചെയ്തിട്ടാണ്. കുട്ടികൾ താനെ സ്കൂളിൽ ചെല്ലും. ഇനി നമ്മൾ കാണുന്നത് റൈറ്റ് സൈഡിൽ റെസ്റ്റോറൻറ്റുകളും ലെഫ്റ്റ് സൈഡിൽ ഗസ്റ്റ് ഹൗസുകളുമാണ്. ഇവിടെ ഒരു ഗസ്റ്റ് ഹൗസിൽ ഈവനിങ്ങിൽ സൈക്കിൾ സവാരിക്ക് വേണ്ടിയിട്ട് ടൂറിസ്റ്റുകളൊക്കെ ഇറങ്ങിയിരിക്കുകയാണ്. ഒട്ടുമിക്ക എല്ലാ ഗസ്റ്റ് ഹൗസുകളും സൈക്കിൾ പ്രൊവൈഡ് ചെയ്യും ടൂറിസ്റ്റിന്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വലിയൊരു ആൽമരമുണ്ട്. ആൽമരത്തിൻ്റെ തണലിരുന്ന് നമുക്ക് കടലിൻ്റെ കാഴ്ചകൾ കാണാം. ഇത് ഓപ്പൺ ബീച്ചാണ്. ഇവിടെ ഈവനിങ് ടൈം കുട്ടികളൊക്കെ നല്ല കളിയായിരിക്കും. ഇന്ന് കുറച്ച് പേരെ ഉള്ളെന്ന് തോന്നുന്നു. ഇതൊരു 3:45-4 മണി സമയമാണ്. 4:30 ആയി കാണും. ഓക്കെ, ഇങ്ങനെ കടലിൻ്റെ കാഴ്ച എത്ര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വാട്ടറാണ് നോക്കി. ഇത് 4 സീസണിൻ്റെ ബാക്ക് സൈഡാണ്. അപ്പം അവിടുത്തെ ബോട്ടുകളാണ് ഈ കിടക്കുന്നത് കൂടുതലും. അങ്ങനെ ഞങ്ങൾ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അടുത്ത തീരം തേടി മുന്നോട്ട് യാത്രയാണ് കേട്ടോ. അതായത് ബോർഡറിൽ കൂടെ മാത്രമാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. അപ്പോഴാണ് ഈ ഫുൾ ഐലൻഡിൻ്റെ കടൽ തീരം കാണാൻ പറ്റുന്നത്.
അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് യാത്ര വെച്ചു. നിങ്ങൾക്കറിയോ, ഈ കാണുന്ന കല്ലുകളൊക്കെ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നതാട്ടോ. 90% ഇങ്ങനത്തെ കല്ലുകളും എല്ലാ ഐലൻഡിലേക്കും കൊണ്ടുവന്നേക്കുന്നത് ഇന്ത്യയിലാണ്, കുറച്ച് ശ്രീലങ്കയിൽ നിന്നും. നോക്കിക്കേ, ഇവിടെ ഒരു കല്ല് പോലും ഇല്ല, ആകെ ഉള്ളത് പൂഴിമണലും കടലും മാത്രം. ഇങ്ങനെ ഈവനിങ് സമയത്ത് ആൾക്കാർ ഇങ്ങനെ ചൂണ്ടയിടുന്നത് ഇവിടെ സർവ്വസാധാരണ, എല്ലാ വീട്ടിലും ചൂണ്ടയുണ്ട്, ആളുടെ എണ്ണത്തിനനുസരിച്ച്. നമ്മളിങ്ങനെ അടുത്ത ബീച്ചിലിട്ട്, ഇത് ലോക്കൽ ബീച്ചാണ് കേട്ടോ. ഇവിടെ ബിക്കിനി സൂട്ട് അലൗഡ് അല്ല ടൂറിസ്റ്റുകൾക്ക്, അപ്പോൾ നോർമൽ ഡ്രസ്സ് മാത്രമേ പറ്റത്തുള്ളൂ. ഞങ്ങൾ ഇതിനുള്ളിലേക്ക് കയറുകയാണ്. അവിടെ ഒരു ബീച്ച് പാർട്ടി നടക്കുകയാണ്, കല്യാണത്തിനായിട്ട് സെറ്റ് ചെയ്യുവാണ്. അപ്പം ഞങ്ങൾ അവരെ ഡിസ്റ്റർബ് ചെയ്യാതെ അടുത്ത സ്ഥലത്തേക്ക് പോയി. ഇങ്ങനെ ഈ ബീച്ചിലൊക്കെ നമുക്ക് 1 ഡേ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിട്ട് നമുക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ബാർബിക്യൂനുള്ള ഫെസിലിറ്റിക്കുള്ള ടേബിൾസ് എല്ലാം ഉണ്ട് ഇവിടെ. അതുപോലെ നമ്മൾ ഫുഡ് കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നിരുന്ന് കഴിക്കാനുള്ള സൗകര്യം ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ വെള്ളത്തിലൊക്കെ കളിച്ച് ഒരു ദിവസത്തേക്കൊക്കെ വേറെ ഐലൻഡിൽ നിന്ന് വന്ന് ഇങ്ങനെ ലോക്കൽ ടൂറിസം ഉണ്ടല്ലോ, അതിനെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് കേട്ടോ. എല്ലാ ഐലൻഡിലും അതിനാണ് ഈ ഹട്ടുകളൊക്കെ പണിത് വെച്ചിരിക്കുന്നത്. ഭക്ഷണം കഴിക്കാനുള്ള സ്പേസും വാട്ടർ ഫെസിലിറ്റി എല്ലാം ഉണ്ട്. കടലിൽ നമ്മൾ നീന്തി തുടിച്ചതിന് ശേഷം വന്നിട്ട് ഇവിടെ നമ്മൾ ഫ്രഷ് വാട്ടറിൽ ഷവർ ചെയ്യാൻ വേണ്ടി ഓപ്പൺ ഷവറും വെച്ചിട്ടുണ്ട്. എല്ലാ ഹട്ടുകളിലും മാലദ്വീപ്സിൻ്റെ ഒരു മെമ്മറി പോൾക്ക് നല്ല ചിത്രങ്ങൾ ഇവർ വെച്ചിട്ടുണ്ട് കേട്ടോ, മീൻ പിടിക്കുന്നതും മീനുകളും ഒക്കെ ആയിട്ട്. ഞങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് മുന്നോട്ട് യാത്ര ആരംഭിച്ചു. ഇങ്ങനെ എല്ലാ സൈഡും കല്ല് കെട്ടിയിട്ടുള്ള ഒരു ഐലൻഡാണ് കേട്ടോ ഇത്. ഈ പോർഷനൊക്കെ ഇവിടെ മണ്ണിട്ട് നികത്തി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ചെയ്തിരിക്കുന്ന ഭാഗങ്ങളാണ്. ഈ കാണുന്ന എല്ലാം എക്സ്റ്റെൻഡ് ചെയ്ത സ്ഥലങ്ങളാണ്. അങ്ങനെ നമ്മൾ അടുത്ത ബീച്ചിലേക്ക് എത്തി. ഇത് ടൂറിസ്റ്റ് ബീച്ചാണ്. ഇവിടെ നമുക്ക് സ്വിമ്മിങ് സൂട്ടൊക്കെ ഉപയോഗിച്ച് ഉള്ള സ്വിമ്മിങ് ഒക്കെ നടത്താം. ഓൾമോസ്റ്റ് എല്ലാ ടൂറിസ്റ്റും ഇവിടെയാണ് വരുന്നത്, പുറത്തുനിന്ന് വരുന്നവർ. നല്ലൊരു ബീച്ചാട്ടോ. ഇങ്ങനെ ഹട്ടും പിന്നെ സൺബാത്തിന് വേണ്ടിയിട്ടുള്ള ചെയറും ഒക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കടലിൻ്റെ ഉള്ളിലേക്ക് ഇവരൊരു ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ട്. ഐ ലവ് ഹുറ എന്നതാണ് എഴുതിയേക്കുന്നതെന്ന് സൂം ചെയ്ത് കാണാൻ പറ്റും. കുറച്ച് ദൂരമുണ്ട്. ഇന്നൊരു വേലികേറ്റ് സമയമായതുകൊണ്ട് നന്നായിട്ട് വെള്ളമുണ്ടാകും. നമ്മളിവിടെ നിന്ന് നോക്കുമ്പോൾ അത് ഇത്ര ഈസി ആയിട്ട് തോന്നുമെങ്കിലും അതൊരു 6 അടി പൊക്കമുള്ള ഒരാളുടെ ഹൈറ്റിനനുസരിച്ചുള്ള വെള്ളമുണ്ട് കേട്ടോ. വേലിയിറക്ക സമയത്താണെങ്കിൽ നമുക്ക് നടന്നത് കയറാൻ പറ്റും. പിന്നെ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളിൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും നീന്തലറിയാം. അപ്പോൾ അവർ നീന്തി തന്നെ പോയി അതിൽ കയറി ഫോട്ടോ ഒക്കെ ഷൂട്ട് ചെയ്യും കേട്ടോ. ഞങ്ങളിങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. കണ്ടില്ലേ, കടലിൻ്റെ കളറ് പല ബ്ലൂസാണ്. ലൈറ്റ് ബ്ലൂ, ഡാർക്ക് ബ്ലൂ, ഗ്രേ കളറ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് നേരം കടലിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. പക്ഷെ ഞങ്ങൾ വെള്ളത്തിലിറങ്ങിയില്ല കേട്ടോ. അവിടെ സ്നോർക്കലിങ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. 2-3 സെക്കൻഡ് കഴിഞ്ഞിട്ട് അവരെ കാണാത്തതുകൊണ്ട് ഞാൻ കുറച്ച് സെക്കൻഡുകൾക്ക് ശേഷം പിന്നെ നോക്കി കേട്ടോ. അവർ നല്ല സൂപ്പറായിട്ട് എഴുന്നേറ്റ് വന്നു. എനിക്ക് നീന്തൽ അറിയാത്തതുകൊണ്ട് എങ്ങനെ ആരെങ്കിലും മുങ്ങുമ്പോൾ എനിക്കൊരു ഒരു ഡിസ്കംഫോർട്ട് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളും കണ്ടിട്ട് ആ ബീച്ചിൻ്റെ മറ്റേ എൻഡിലേക്ക് പോയി. ഈ ഹുറ ഐലൻഡ് സ്ഥിതി ചെയ്യുന്ന 2 റിസോർട്ട് ഐലൻഡുകളുടെ നടുക്കാണ്. ഇപ്പം നമ്മൾ കാണുന്ന ഈ റിസോർട്ട് ക്ലബ് ബെഡ് എന്ന് പറഞ്ഞ റിസോർട്ടാണ്. ഈ ക്ലബ് ബെഡിൻ്റെ 4 സീസണിൻ്റെ നടുക്കുള്ള ഒരു ഐലൻഡാണ് ഹുറ. നമുക്കിങ്ങനെ അടുത്ത് കാണാൻ പറ്റും. ഇത് പേൾ സാൻഡ് എന്ന് പറഞ്ഞൊരു പ്രൈവറ്റ് ഗസ്റ്റ് ഹൗസാണ് ഈ ഐലൻഡിൽ തന്നെ ഉള്ളത്. അവിടെയുള്ള ടൂറിസ്റ്റുകൾ സ്റ്റാഫ് മാത്രമേ അങ്ങോട്ട് പോകാറുള്ളൂ. പ്രൈവറ്റ് ഗസ്റ്റ് ഹൗസാണ്. അപ്പോൾ അവിടുന്ന് ഒരാൾ സർഫ് ബോർഡോ എന്തോ ഒരു സാധനത്തിൽ ഇങ്ങനെ തുഴഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ഞാൻ ആ കാഴ്ച കണ്ട് നോക്കി നിൽക്കുവാണ്. കടലിൽ ബാലൻസ് ചെയ്ത് വരുന്നതേ, തുഴഞ്ഞ് അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് ഇറങ്ങി. ഇവിടെ മാത്രമാണ് ഇങ്ങനെ കേട്ടോ ഡാർക്ക് കളറിൽ എന്തോ വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഈ ഐലൻഡിനെ മീൻസ് ഈ ബീച്ചിനെ സെപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ.
അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് യാത്ര ആരംഭിച്ചു. ഇനി തെങ്ങും തോപ്പുകളൊക്കെ ഉള്ളൊരു സ്ഥലം കേട്ടോ. ഓക്കെ, നമ്മുടെ നാട്ടിലെ പോലൊക്കെ. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ വഴിയാണ് പേൾസെൻ്റ് എന്ന് പറഞ്ഞ ഗസ്റ്റ് ഹൗസിലേക്ക് പോകാനുള്ള വഴി. ഞങ്ങൾ ആ കാഴ്ചയൊക്കെ കണ്ടിട്ട് അവിടുന്ന് വീണ്ടും കടൽ തീരം തേടിപ്പോയി കേട്ടോ. ഈ ഭാഗം മണ്ണിട്ട് നിരത്തി എക്സ്റ്റെൻഡ് ചെയ്ത സ്ഥലമാണ്. അങ്ങനെ കടലിൻ്റെ ബ്യൂട്ടിയാണ്, നല്ല ഭംഗി കേട്ടോ. ഇവിടെ നോക്കിക്കേ, ആ കളർന്ന ലൈറ്റ് കളർ ബ്ലൂവിൽ നിന്ന് ഡാർക്ക് കളർ ബ്ലൂവിലേക്ക് പോകുന്ന നമ്മുടെ കടൽ. അത് ക്ലബ് മെഡിൻ്റെ വാട്ടർ വില്ലാസാണ് ആ ദൂരെ കാണുന്നത് നമ്മൾ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി ഇവിടുത്തെ കടലിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ചതിന് ശേഷമാണ് മുന്നോട്ട് പോയത്. പിന്നെ ഞങ്ങൾ തിരിച്ച് ഈ മണ്ണിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത ഭാഗത്തും കൂടെ പോയി. അതിൻ്റെ ആ എൻഡിൽ കാണുന്നത് ഇവിടുത്തെ ബോട്ട് യാർഡാണ്, ബോട്ട് റിപ്പയറൊക്കെ ചെയ്യുന്ന സ്ഥലം. പിന്നെ പുതിയതായിട്ട് ഇവിടെ ഒരു ബോട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അത് ആ ക്ലോസ് ചെയ്ത ആ ഷെൽട്ടറിനുള്ളിലാണ് ഉണ്ടാക്കുന്നത്. നമുക്കിടയ്ക്ക് പോയി കാണാം. ഔട്ടർ ലൈൻ മാത്രമേ ആയിട്ടുള്ളൂ. ഇത് നിങ്ങൾ കാണാൻ പോകുന്നത് മാംഗ്രൂവ്സ് ആണ് ഇവിടുത്തെ. ഞാൻ ഓൾറെഡി ഹുറ ഐലൻഡിലെ മാംഗ്രൂവ്സിനെ കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരത് കാണണേ. അങ്ങനെ ഈ ചെറിയ പാലത്തിൽ കൂടെ ഞങ്ങൾ വീണ്ടും ഐലൻഡിലേക്ക് കയറി. ഏറ്റ സമയമായതുകൊണ്ട് ഇവിടെ എല്ലാം അപ്പടി വെള്ളം കേട്ടോ. റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു ഫിഷ് ഫാക്ടറിയാണ് ഇവിടുത്തെ. പിന്നെ ഫെനക്കയുടെയാണ്. ഇവിടുത്തെ ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് ഫെനക്ക എന്ന് പറഞ്ഞ കമ്പനിയാണ്. അപ്പോൾ ഇവിടുത്തെ ഈ ഐലൻഡിലേക്കുള്ള ഫുൾ ഇലക്ട്രിസിറ്റി ഇവിടുന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇങ്ങനെ കടകളൊക്കെ വന്നു. ഞങ്ങളിങ്ങനെ കറങ്ങി അടിച്ച് മാംഗ്രൂവിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തി. നമ്മൾ ആ ചെറിയ പാലം കണ്ടില്ലേ, അവിടെ തൊട്ട് ഇങ്ങനെ ഈ സൈഡ് മുഴുവനാണ് മാംഗ്രൂവ്സ്. മാംഗ്രൂവ്സ് ഫ്രണ്ടിൽ നമുക്കിങ്ങനെ ഫോട്ടോഷൂട്ടിനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് ഓടിച്ചൊന്ന് ഞങ്ങൾ കണ്ടു. പിന്നെ ഞങ്ങൾ ഈ ബൈക്ക് കൊണ്ട് സുഹൃത്തിന് കൊടുത്തതിന് ശേഷം ഐലൻഡിലെ ഡീറ്റെയിൽഡ് ആയിട്ട് നടന്ന് കണ്ടു. കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ വന്ന അതേ സ്ഥലത്ത് തന്നെ എത്തി കേട്ടോ. കാരണം റൗണ്ട് അടിച്ചല്ലേ വന്നത്. അതിൽ വേറൊരു വഴി കൂടെ വരാം, പക്ഷെ ഞങ്ങൾ ഉള്ളിൽ കൂടെ കയറിയാണ് വന്നത്. ഇത് ഇവിടുത്തെ ഫുട്ബോൾ ഗ്രൗണ്ടാണ് കേട്ടോ. ഇവിടെ ഈ മാൽദീവ്സ് പൊതുവെ ഫുട്ബോൾ പ്രേമികളാണ്. ഈ ഐലൻഡിൽ നിന്ന് ഒത്തിരി നാഷണൽ പ്ലെയേഴ്സൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. ഇവിടുത്തെ ഫുട്ബോൾ ക്ലബ്ബ് നല്ല ആക്റ്റീവാണ്. നമ്മളങ്ങനെ ഈ ഐലൻഡിനുള്ളിലെ കാഴ്ചകൾ കാണാം. ഇതാണ് ഹുറ ഹെൽത്ത് സെൻറ്റർ. ഇവിടെ ഇന്ത്യൻ നേഴ്സുമാർ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ മോസ്കും സ്കൂളും ഹെൽത്ത് സെൻറ്ററും എല്ലാ ഐലൻഡിലും ഉള്ളതാട്ടോ. അങ്ങനെ ഞങ്ങൾ ഫ്രണ്ടിന് പിന്നെ തിരിച്ചു കൊണ്ടുവന്ന് ബൈക്ക് കൊടുത്തു. അങ്ങനെ ഞങ്ങൾ നടന്ന് കാണുകയാണ് മാംഗ്രൂവ് സൈഡ് ഫുള്ള് കേട്ടോ. മാംഗ്രൂവിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇങ്ങനെ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ഐവറീസ് എന്ന് പറഞ്ഞാൽ പാടി എന്ന് പറയുന്ന സംഭവമുള്ളത്. ഞങ്ങളിങ്ങനെ മാംഗ്രൂവിൻ്റെ ഐലൻഡിനുള്ളിൽ മാംഗ്രൂവിൻ്റെ സൈഡിൽ കൂടെ നടക്കുകയാണ് കാണുന്നത്. ഇപ്പോൾ കാണുന്ന ഈ തെങ്ങുംതോപ്പൊക്കെ മാംഗ്രൂവിൻ്റെ ബോർഡറിലുള്ള സ്ഥലം കേട്ടോ. ഇവിടെ നല്ല ഭംഗിയാക്കി ഇട്ടേക്കാണ്. നമ്മുടെ നാട്ടിലെ പോലെ സ്കൗട്ട്സ് പോലെ തന്നെ ഇവിടുത്തെ സ്കൂളിൽ നിന്ന് പല ഐലൻഡിലെ സ്കൂളുകളിൽ നിന്ന് കുട്ടികൾ ക്യാമ്പിനായിട്ട് വരും. അപ്പോൾ അവർ ഈ ഒരു കാണുന്ന സ്ഥലത്താണ് ടെൻറ്റ് കെട്ടി താമസിക്കുന്നത്. 3 days തൊട്ട് 1 week വരെയുള്ള ക്യാമ്പ് ആക്ടിവിറ്റീസ് ഇവിടെ നടക്കാറുണ്ട് കേട്ടോ. അങ്ങനെ വന്ന ക്യാമ്പിന് വന്ന കുട്ടികൾ മാംഗ്രൂവ്സിനെ കുറിച്ച് എന്തോ പഠിക്കുകയാണ്. ടീച്ചേഴ്സും കുട്ടികളും അതിനുള്ളിലേക്ക് കയറിപ്പോയി. ഞങ്ങൾ സൂക്ഷിച്ചാൽ പോകുന്നത്. കാരണം ഈ കാണുന്ന കുഴികളൊക്കെ വലിയ ഞണ്ടുകളുടെ സ്ഥലം കേട്ടോ. നമ്മൾ സൂക്ഷിച്ച് പോയില്ല നമ്മുടെ കാല് അതിനുള്ളിൽ പോകും. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം നടന്നുണ്ട്. ഈവനിങ്ങിലേക്കുള്ള സൈക്ലിങ്ങിനും വാക്കിങ്ങിനും ഒക്കെ നല്ല ഒരു അറ്റ്മോസ്ഫിയർ. ഈ കാണുന്നതൊക്കെ മാംഗ്രൂവ്സിലെ കണ്ടൽ ചെടികളാണ്. ഈ കാണുന്ന ഭാഗത്തൊക്കെയുള്ള വെള്ളമുള്ള സ്ഥലത്തിൽ ചെറിയ ചെറിയ മീനുകൾ നീന്തി തുടിക്കുന്നുണ്ട്. കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റും, പക്ഷേ ക്യാമറയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ.
അങ്ങനെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ടു. ഇതാ നോക്കിക്കേ, വലിയ ഞണ്ട്. ചെറിയൊരു സൗണ്ട് കേൾക്കുമ്പോഴത്തേക്ക് അവർ അതിനുള്ളിലേക്ക് കയറിപ്പോവും. അങ്ങനെ കുറച്ച് ഞണ്ടുകളെയൊക്കെ കണ്ടു. വലിയ വലിയ ഞണ്ടുകളുണ്ട് കേട്ടോ ഇവിടെ. പക്ഷേ ഈ ഞണ്ടിനെ ഇവിടെ ആരും ഇങ്ങനെ കഴിക്കാറൊന്നുമില്ല. ഇനി കഴിക്കാൻ പറ്റുന്ന ഞണ്ടാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. വേലിയേറ്റം ഉള്ള ദിവസം അതിൻ്റെ വെള്ളം ഇവിടെ വരെ ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇതിനുള്ളിൽ വെള്ളമില്ലാതെ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോഴെല്ലാം ഞണ്ടിൻ്റെ ആവാസ വ്യവസ്ഥയാണ്. നല്ല വലിയ വലിയ കുഴികളായിരിക്കും. ചെറിയ ചെറിയ കണ്ടൽച്ചെടികളൊക്കെ ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ടു നമ്മൾ പോയി. ഇവിടെ ഇങ്ങനെ ഐലൻഡ് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഗവൺമെൻറ് ഇത് ഡിവൈഡ് ചെയ്ത് ഇവിടെ ഉള്ള ആൾക്കാർക്ക് വീട് വെക്കാനായിട്ട് കൊടുക്കും. അപ്പോൾ അതിനു മുമ്പ് അവരിവിടെ കൃഷി ചെയ്യട്ടോ. കൂടുതൽ ഇവിടെ വാഴയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. വാഴയൊക്കെ കുലച്ച് നിൽക്കുന്നത്. അങ്ങനെ ഒരു വാഴ അങ്ങനെയൊന്നുമല്ല. ഒരു വാഴ അവിടെ നട്ടു, പിന്നെ അതിൽ നിന്ന് വിത്തുകളുണ്ടായി തന്നെ വളരുവാൻ തോന്നും. കാരണം ഒരു കൂട്ടായിട്ടാണ് നിൽക്കുന്നത് ഇവിടെ. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഐലൻഡിനുള്ളിലേക്ക് കയറി. ഇനി നമുക്ക് ഇവിടുത്തെ ഗസ്റ്റ് ഹൗസുകളും ഫുഡും ഒക്കെ കാണാം. ടൂറിസ്റ്റുകളൊക്കെ നടന്നു പോകുന്നുണ്ട്. ഈ പോർഷനിൽ ഇങ്ങനെ നമുക്ക് ഇരിക്കാനുള്ളൊരു സൗകര്യമൊക്കെ ആയിട്ട് ഇവരിങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ട്. ഒരു ഈന്തപ്പനയുണ്ട് കേട്ടോ ഇവിടെ. നോക്കിയാൽ ഇവിടുത്തെ പൂക്കൾക്കൊക്കെ എന്തൊരു കളറാണ്. എനിക്കൊന്ന് നേരിട്ട് സൺലൈറ്റ് കിട്ടുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു. നല്ല ഡാർക്ക് കളർ പൂക്കളാണ്. വെള്ളയാണെങ്കിലും അല്ലാത്തയാണെങ്കിലും. ഇത് സീഷൈന് ഇവർക്ക് വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസും ഗസ്റ്റ് ഹൗസുകളും ഒക്കെ ഉണ്ട്. സീഷൈനും MA മറീനുമാണ് ഇവിടുത്തെ 2 സ്പീഡ് ബോട്ട് സർവീസുകൾ. അത് 4 times ട്രാവലുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇവിടുന്ന് മാലിയിലേക്കും മാലിയിൽ നിന്ന് ഇങ്ങോട്ടും ഡെയിലി. ഇവിടുത്തെ ഒരു ഗസ്റ്റ് ഹൗസാണ് വിഷ് ഗസ്റ്റ് ഹൗസ്. ഇനി അങ്ങോട്ട് ഗസ്റ്റ് ഹൗസുകളാണ്. ബീച്ച് സൈഡിലുള്ള ഗസ്റ്റ് ഹൗസുകൾ പോലെ തന്നെ ഐലൻഡിനുള്ളിലും ഇങ്ങനെ ഗസ്റ്റ് ഹൗസുകളുണ്ട് കേട്ടോ. ടൂറിസവും ഫിഷിങ്ങും ആണല്ലോ മാലദ്വീപിലുള്ളവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്. പക്ഷേ ഈ ഐലൻഡിലുള്ള ഓൾമോസ്റ്റ് ആൾക്കാർ ജോലിക്ക് പോകുന്നവരാണ് കേട്ടോ. ഒന്നെങ്കിൽ റിസോർട്ടിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിയായിട്ട്. ഫിഷിങ്ങും ഒപ്പം ഉണ്ട് കേട്ടോ. ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇനി അടുത്തത് സൺസെറ്റ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് കേട്ടോ. ചെറിയൊരു റെസ്റ്റോറൻ്റ് ആണെങ്കിലും നല്ല റൂം ഫെസിലിറ്റീസ് അതിനുള്ളിലുണ്ട് കേട്ടോ. ഇങ്ങനെ ഗസ്റ്റ് ഹൗസ് ഉള്ളിടത്തെല്ലാം ഇവിടുത്തെ സ്പീഡ് ബോട്ടിൻ്റെ നമ്പേഴ്സ് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ 2 സ്പീഡ് ബോട്ടിൻ്റെ സർവീസിൻ്റെ ടൈം ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. മാലിയിൽ നിന്ന് ഒരു 25 മിനിറ്റ്സേ ഉള്ളൂ സ്പീഡ് ബോട്ടിന്. ഇവിടുത്തെ സ്പോർട്സ് ക്ലബ്ബാണ് കേട്ടോ. ആ ഗ്രീൻ കളറിൽ കാണുന്നത് ഒരു ഗസ്റ്റ് ഹൗസാണ്, ഗ്രീൻ വില്ല. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന ചാമ്പക്കയൊക്കെ നിറച്ച് പൂത്ത് കായ്ച്ച് നിൽക്കുന്നു. ഈ ചെടികൾ കണ്ടോ, തെറ്റിച്ചെടി വരെ ഉണ്ട് ഇവിടെ. ഞാൻ ഈ ഐലൻഡിൽ മാത്രം കേട്ടോ അങ്ങനെ തെറ്റിച്ചെടി കണ്ടത്. ഇതാണ് നമ്മുടെ ചീമച്ചക്ക. ഇതെല്ലാ ഐലൻഡിലുണ്ട്. ചീമച്ചക്ക, പപ്പായ, ചാമ്പക്കയൊക്കെ. ഇതൊരു ക്ലോസ് ആയിപ്പോയൊരു കോഫി ഷോപ്പാണ്. ഇതൊരു റെസ്റ്റോറൻ്റ് ആണ്. പക്ഷെ ഇത് പണിയുവാന്ന് തോന്നുന്നു. പേരൊന്നും എഴുതിയിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ബീച്ച് സൈഡിലേക്ക് എത്തി. ആൽമരം കണ്ട ആ സൈഡിലേക്കുള്ള ഭാഗത്താണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ബീച്ചിൻ്റെ സൈഡാകുമ്പോൾ ഇങ്ങനെ മരങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ജോളിയൊക്കെ ഇങ്ങനെ ഊഞ്ഞാൽ പോലെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഗസ്റ്റ് ഹൗസുകളും ഡൈനിങ് ഏരിയ കാണുന്നത്. ഇത് സൺസെറ്റ് എന്ന് പറഞ്ഞൊരു ഗസ്റ്റ് ഹൗസാണ്. അവർക്ക് ഇൻസൈഡ് ഔട്ട്സൈഡ് ഡൈനിങ് ഉണ്ട്. ഞങ്ങൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇവിടുത്തെ ഫുഡ് നന്നായിട്ട് ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ്. ശ്രീലങ്കൻ കുക്കാണ് ഉണ്ടാക്കുന്നത്. അടുത്തത് കോട്ടയാട്. അവർക്കും ഇൻസൈഡ് ഔട്ട്സൈഡ് ഡൈനിങ് ഉണ്ട്. നല്ല ആംബിയൻസ് ആട്ടോ ഈവനിങ് ടൈമിൽ ലൈറ്റൊക്കെ ഇടുമ്പോൾ. പിന്നെ നമ്മൾ ആദ്യം വന്ന സ്ഥലത്തേക്ക് പോയി, ബീച്ചിലേക്ക്. ഇപ്പോഴത്തെ കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ കടൽക്കാറ്റ് എത്തി ഇങ്ങനെ കസേരകളിൽ ഇരിപ്പുണ്ട്. കുട്ടികളൊക്കെ ഊഞ്ഞാലാടി കളിക്കുന്നുണ്ട്. ഞാൻ ഈ വീഡിയോ ചിത്രീകരിച്ചതിന് ശേഷം ഇവിടെ ചെറിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ മുന്നോട്ടുള്ള വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇവിടെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് നല്ലൊരു ഭാഗം ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഞങ്ങൾ കടലിൻ്റെ നീലിമ ഒരു സ്കിൽ കൂടി പോയി ഒന്ന് ആസ്വദിച്ച് വീഡിയോ ഒക്കെ ചിത്രീകരിച്ച് ഇരുന്നു. ഇനി നമുക്ക് ഐലൻഡിനുള്ളിലെ ഷോപ്പൊക്കെ ഒന്ന് കണ്ടാലോ. ഇതൊരു സുവനീർ ഷോപ്പാണ് കേട്ടോ. കക്കകളും ചിപ്പികളും ഒക്കെ ആയിട്ട് ഷെല്ലുകൾ കൊണ്ടൊക്കെ അറേഞ്ച് ചെയ്തേക്കാണ്. പിന്നെ ഒരുപാട് കരകൗശല വസ്തുക്കളുണ്ട്. പിന്നെ ആമാടപ്പെട്ടികൾ എല്ലാം ഷെല്ലുകൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന കേട്ടോ.
പിന്നെ ഒരു സെക്ഷന് ജ്വല്ലറീസാണ്. എന്താ നോക്കിക്കേ, ഷെല്ലുകൾ കൊണ്ടുള്ള പേളിൻ്റെ മാലകൾ, പിന്നെ ഷാർക്കിൻ്റെ ടീത്ത് കൊണ്ടുള്ള മാല. ഇതൊക്കെ ടൂറിസ്റ്റിന് വേണ്ടിയിട്ടുള്ളത് കേട്ടോ. നല്ല റേറ്റ് വേണം. ഞാനെല്ലാം ഒന്ന് പിടിച്ച് തൊട്ടൊക്കെ നോക്കി. ഇവിടെ എങ്ങനത്തെ സുവനീർ ഷോപ്പ് രണ്ടും ഉണ്ട് കേട്ടോ. ഞാൻ ഒരെണ്ണേ ചിത്രീകരിച്ചിട്ടുള്ളൂ. ഡ്രസ്സും ബാഗും ഒക്കെ ഉണ്ട്. പിന്നെ കണ്ടോ, നമ്മുടെ ഉണക്ക തേങ്ങയിൽ പോളിഷ് ചെയ്ത് പടമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് ടൂറിസ്റ്റിന് വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി. ഇപ്പോൾ നമുക്കൊന്ന് 4 മണി ചായ കുടിച്ചാലും മാലദ്വീപിൻ സ്നാക്സുമായി ഇതിൻ്റെ അടുത്തുള്ള ചെറിയൊരു കഫേയിലേക്ക് പോയി നമ്മൾ ഓർഡർ ചെയ്ത് കഴിച്ചു കേട്ടോ. ഇവിടുത്തെ എല്ലാ ഭക്ഷണ സാധനത്തിനതിലും മീനുണ്ട് കേട്ടോ. മീൻ ചേർത്തിട്ടുള്ള സാധനങ്ങളാണ്, മീൻ ചേർത്ത്. പിന്നെ നമ്മൾ പോയത് ഇവിടുത്തെ ഒരു ഗ്രോസറി ഷോപ്പിലേക്കാണ്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഗ്രോസറി ഷോപ്പ്. കളിപ്പാട്ടങ്ങളും എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. ഫുഡ് ഐറ്റംസ്, ലേസ് തൊട്ട് നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ ബിസ്ക്കറ്റുകളും ഉണ്ട്. പിന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം വീക്ക്ലി 3 days വരും. അതുകൊണ്ട് നമുക്ക് മാലിക്ക് അടുത്തായതുകൊണ്ട് കുറച്ചും കൂടെ ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് കിട്ടും. പിന്നെ എല്ലാം ഫ്രോസണും ഉണ്ട് കേട്ടോ. ചിക്കൻ, ബീഫ് എല്ലാം ഫ്രോസണാണ്. ഇന്ന് ഒരു എന്താ പറയുക, ഐലൻഡിലുള്ള പഴമുണ്ട്, പിന്നെ പുറത്തുനിന്ന് കൊണ്ടുവരുന്നുണ്ട്. കപ്പയൊക്കെ വരും കേട്ടോ ഇവിടെ. കപ്പയും മധുരക്കിഴങ്ങ് നല്ല റേറ്റും ഉണ്ട്. വെജിറ്റബിൾസിനും ഇവിടെ പൊതുവെ നല്ല റേറ്റ് ആയിട്ടോ. കാരണം എല്ലാ സാധനങ്ങളും വേറെ രാജ്യത്തുനിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നില്ലേ ഇപ്പോൾ. പിന്നെ പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ ഇന്ത്യൻസ് ഐറ്റം. അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടു. ഇവിടെ വെജിറ്റബിൾസ് എല്ലാം ഇങ്ങനെ ഫ്രിഡ്ജിൽ തന്നെ കീപ്പ് ചെയ്തേക്കുക, ഫ്രഷ് ആയിട്ടുള്ളത്. കുറച്ച് മാത്രമേ ഒരു പുറത്ത് വെക്കത്തുള്ളൂ. പരിപ്പും ഉഴുന്നും ഒക്കെ ഉണ്ട്. ഫ്രണ്ടിൽ മുഴുവൻ വെച്ചേക്കുന്ന പെർഫ്യൂംസ് ആട്ടോ. പല കാറ്റഗറിയുള്ള പെർഫ്യൂംസ് ഉണ്ട്, കളിപ്പാട്ടങ്ങളും. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്ത് ഫ്രണ്ട്സൊക്കെ സാധനമൊക്കെ വാങ്ങിച്ച് അവരെയും ട്രോളി. അങ്ങനെ ഞങ്ങൾ കുറച്ച് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തതിന് ശേഷം അടുത്ത ഷോപ്പിലേക്ക് പോയി. കുറേ പുതിയ സാധനങ്ങൾ വന്നിട്ടുണ്ട്. ഇതൊരു ലൈറ്റാണ്, നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇവിടെ ഇല്ലാത്തൊരു സാധനം വാങ്ങിക്കാൻ വേണ്ടി അടുത്ത ഷോപ്പിൽ പോയി കേട്ടോ. അപ്പോൾ ഇത് അടുത്ത ഷോപ്പാണ്. ഇതൊരു ചെറിയ ഷോപ്പാണ്, ഐലൻഡ് ഹട്ട് എന്ന് പറയും. കയറി വരുന്നത് ചിത്രീകരിക്കാൻ ഞാൻ മറന്നുപോയി. ഇവിടെയും വന്ന് ഇങ്ങനെ ഇവിടെ ഫ്രോസൺ ആയിട്ടുള്ള ഓൾമോസ്റ്റ് സാധനങ്ങളൊക്കെ സെയിമാണ്. ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഐസ്ക്രീംസും. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പിന്നെയും ബീച്ച് സൈഡിലേക്ക് പോയി. ഞാൻ പറഞ്ഞില്ലേ, ആദ്യം പറഞ്ഞില്ലേ ഇവിടെ ഒരു പുതിയ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഐ ലവ് ഹുറ എന്നൊക്കെ ഇങ്ങനെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈവനിങ്ങിലൊക്കെ ഇവിടെ വന്നിരുന്ന് ഫോട്ടോ എടുക്കാനൊക്കെ അതിമനോഹരമാണ്. പിന്നെ നെക്സ്റ്റ് ഡേയിലെ ഒരു വ്യൂ ആട്ടോ ഇത്. ടൂറിസ്റ്റ് ബീച്ചിൻ്റെ അവിടെ കുറച്ച് കണ്ട കടലിൻ്റെ നീലിമ കണ്ടോ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ചും വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്ത് വീഡിയോ എടുത്തും കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇവിടുന്ന് യാത്ര തിരിച്ചു. അങ്ങനെ ഞാൻ സുഹൃത്തുക്കളുമായിട്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ ഇവിടുത്തെ ബേക്കറി എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലേക്ക് പോയി. കാരണം അവിടെ ഇന്ന് ജിലേബി ഉണ്ടെന്ന് പറഞ്ഞു. കാരണം ജിലേബി കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇവിടുത്തെ സിൽവർ ഒയാസിസ് എന്ന് പറഞ്ഞ ഗസ്റ്റ് ഹൗസാണ്. പിന്നെ നേരെ ജസ്റ്റ് ഓപ്പോസിറ്റ് ബീച്ചാട്ടോ. അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് കയറി. ഇതിനുള്ളിലിരുന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാൻ, പിന്നെ പുറത്ത് ഉണ്ട് കേട്ടോ. ഔട്ട് സൈഡിലിരുന്ന് ഇവിടെ ഇതിന് ഡൈനിങ് ഉണ്ട്. അപ്പം നമ്മളിവിടെ നിന്ന് വന്ന് ഇതാണ് ഇവിടുത്തെ സ്നാക്സ്. ചെറിയ പിസ്സയൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ ജിലേബിയും വാങ്ങിച്ച് ഇവിടെ ഇരുന്ന് ഫ്രണ്ട്സിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അങ്ങനെ എല്ലാവരും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ കടൽത്തീരത്തൂടെ യാത്ര ആരംഭിച്ചു. ഇത് 4 സെൻസറിലേക്കുള്ള സ്റ്റാഫിന് ജോലിക്ക് പോകുന്ന
ബോട്ട് സർവീസുള്ള സ്ഥലം കേട്ടോ. ഞങ്ങളിങ്ങനെ സ്റ്റെപ്പ് കയറി അതിൻ്റെ മുകളിലേക്ക് പോയി. നല്ല കാഴ്ചയാണ് കേട്ടോ അവിടുന്ന് കാണാൻ, ഈ സൺസെറ്റ് കാണാനോ. ഞാൻ ഫ്രണ്ടിലോട്ട് കാണിക്കാത്തത് ഇപ്പോൾ സ്റ്റാഫ് പോകുന്ന സമയമാണ്, അപ്പോൾ അവരെ കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എന്ത് രസമുള്ള കാഴ്ചയാണ്. ചെറിയ ബോട്ടുകളും നമ്മളിങ്ങനെ പടങ്ങളൊക്കെ വരയ്ക്കുന്ന പോൾക്ക് കാണുന്ന കാഴ്ച. എൻ്റെ രണ്ട് സൈഡിലും നല്ല കാഴ്ച കേട്ടോ. ഇവിടെ നല്ല ഫിഷ് ചില സമയത്തുണ്ടാവും. ഇവിടെ ഇരുന്ന് ആൾക്കാർ ഫിഷിങ് ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നിന്നുകൊണ്ട് ഞങ്ങൾ കടലിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ചു. ആ കാണുന്ന ബോട്ടിലെ സ്റ്റാഫ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. ചില ദിവസം മനോഹരമായ സൺസെറ്റുകളാണ് കേട്ടോ. എനിക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല ആകാശത്തിൻ്റെ സൗന്ദര്യം. പക്ഷെ ക്യാമറയിൽ അത് അത്രയും കിട്ടുകയില്ല. ഇങ്ങനെ സന്ധ്യയോടടുക്കുന്ന സമയം ഇപ്പം ഇങ്ങനെ ലൈറ്റ് കുറഞ്ഞു വരികയാണ്. ഇങ്ങനെ ഈ ഐലൻഡിൻ്റെ പല ഭാഗത്ത് നിന്നുകൊണ്ടെടുത്ത വീഡിയോ കേട്ടോ. ഇങ്ങനെ സൺസെറ്റിൻ്റെ സമയത്ത് നോക്കിക്കോ. നല്ല മനോഹരമായ കാഴ്ച. 4 സീസണിൽ ലൈറ്റുകളൊക്കെ തെളിഞ്ഞു തുടങ്ങി. എന്തൊരു കളറാന്ന് നോക്കിക്കേ കടൽ ആകാശത്തിന്. അങ്ങനെ കുറച്ച് ഈ ഐലൻഡിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ സന്ധ്യ മയങ്ങി. സന്ധ്യയായപ്പോൾ ഞങ്ങൾ ബ്ലൂ ടെറസിലേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഇതാണ് ബ്ലൂ ടെറസ്. ഇതിൻ്റെ ഈ കാണുന്ന പോർഷനെല്ലാം കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഭാഗം കേട്ടോ. ഇങ്ങനെ തടി കൊണ്ട് അറേഞ്ച് ചെയ്തേക്കാം. നല്ല രസം. ഇവിടെ ഇൻസൈഡ് ഡൈനിങ്ങും ഉണ്ട്, ഔട്ട്സൈഡ് ഡൈനിങ്ങും ഉണ്ട്. ഇവിടെ റൂംസും അവൈലബിൾ ആണ്. ഞങ്ങളിങ്ങനെ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറി ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഇവിടെ ബുഫേ സിസ്റ്റം ഉണ്ട് കേട്ടോ. ഇവിടെ മാത്രമല്ല, ഓൾമോസ്റ്റ് എല്ലാ ഗസ്റ്റ് ഹൗസിലും ബുഫേ സിസ്റ്റം അവൈലബിൾ ആണ്. ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് കയറി ഇതിൻ്റെ മുകളിലിരുന്ന് ഫുഡ് കഴിക്കാനും പ്ലാൻ ചെയ്തു. നമുക്ക് പ്രിയപ്പെട്ടവരുടെ ഒപ്പം കടൽത്തീരത്ത് ഇങ്ങനെ ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചിരിക്കുന്ന ഒരു സുഖമുള്ള ഫീലാട്ടോ. ഞാനത് ശരിക്കും ആസ്വദിച്ചു. അവിടെ നിന്നുകൊണ്ട് ഫുഡ് വരുന്ന സമയം കൊണ്ട് അതിന് ചുറ്റുവട്ടങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിക്കുകയായിരുന്നു കേട്ടോ. കടലിലേക്ക് നോക്കി നിൽക്കുക. കടലിനുള്ളിൽ ഒത്തിരി മത്സ്യങ്ങൾ പോകുന്നുണ്ട് കേട്ടോ. പക്ഷേ രാത്രി കൊണ്ട് ക്യാമറയിൽ പറ്റുന്നില്ല. അങ്ങനെ നല്ലൊരു മെമ്മറീസ് ഞങ്ങൾ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് വേറൊരു വീഡിയോയിലേക്ക് കാണാം. അതൊരു ബൈ.